ഡീസൽ വില വർധനയുടെ ആഘാതം കുറയ്ക്കാൻ ഇടപെടുമെന്ന മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇടതു സർക്കാർ ഏർപ്പെടുത്തിയ ഇന്ധന സർചാർജ് കുറയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ശക്തമായി എതിർത്തിരുന്ന അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിലക്കയറ്റ വിഷയത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയിൽ ആദ്യമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുവാനുള്ള ഉപക്ഷേപം നൽകിയത് മുൻ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇന്ധനവില വർധന വിലക്കയറ്റം രൂക്ഷമാക്കിയെന്നത് ഭാഗികമായി ശരിയാണെന്ന് അംഗീകരിച്ചു മുഖ്യമന്ത്രി. ഇന്ധന പാചകവാതക വില നിരന്തരം വർദ്ധിക്കുകയാണെന്നും അനിശ്ചിതത്വം അവസാനിച്ചാലേ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്ന് പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട്, ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. വില വർധന അവസാനിച്ചു കഴിഞ്ഞ് ചർച്ച ചെയ്യാമെന്നത് നടക്കാത്ത കാര്യമെന്ന് കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനം നികുതി കുറയ്ക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട മുൻ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്തെന്ന് ചോദ്യം. പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ അതിന്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിന്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞ ഒരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞത് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? നികുതി ഒഴിവാക്കിയാൽ നിങ്ങൾ വരുത്തിവെച്ച കടം തീർക്കണ്ടേ എന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. വിസ്മയകരമായ ധവളപത്രം സഭയിൽ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വില വർധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വില വർധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പർ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്ര സർക്കാരിനെ ഒരു ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.